നമസ്കാരം. നമുക്ക് ചുറ്റും ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. എന്നാൽ അവയുടെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു. നമ്മുടെ പറമ്പുകളിലും വഴിയോരങ്ങളിലും കാണുന്ന ഒരു അത്ഭുത സസ്യമാണ് ഞെരിഞ്ഞിൽ. ഇതിന്റെ ഇലകളും വേരുകളും കായകളുമെല്ലാം ഔഷധ മൂല്യങ്ങൾ നിറഞ്ഞതാണ്. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചെടിയെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ കായ്കളിൽ കാണുന്ന മൂർച്ചയുള്ള മുള്ളുകളാണ് ഇതിന് ഞെരിഞ്ഞിൽ എന്ന പേര് നൽകിയത്. ഇതിന്റെ കായ്കളിൽ മൂർച്ചയുള്ള മുള്ളുകൾ ഉണ്ടാകും. ഈ കായ്കൾ ഉണങ്ങിയ ശേഷം ഔഷധമായി ഉപയോഗിക്കാം. വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. ഞെരിഞ്ഞിൽ മൂത്രത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും മൂത്രനാളിയിലെ അണുബാധ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് വൃക്കയിലെ കല്ലുകൾ പുറന്തള്ളാൻ ഫലപ്രദമാണ്. ആയുർവേദത്തിൽ ഞെരിഞ്ഞിൽ ഒരു ടോണിക്കായി ഉപയോഗിക്കുന്നു. ഇത് പുരുഷ ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കാനും ലൈംഗിക ശേഷി കൂട്ടാനും സഹായിക്കുന്നു. ഇതിന് ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. വാദസംബന്ധമായ അസുഖങ്ങൾക്കും സന്ധിവേദനകൾക്കും ഇത് വളരെ നല്ലതാണ്. പ്രധാനമായും 3 രീതികളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കഷായം. ഉണങ്ങിയ ഞെരിഞ്ഞിലിന്റെ കായകൾ നന്നായി കഴുകി വൃത്തിയാക്കുക. ഏകദേശം 10-15 ഗ്രാം ഞെരിഞ്ഞിൽ കായ എടുത്ത് 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളം 1 ഗ്ലാസ് വറ്റിയ ശേഷം അത് അരിച്ചെടുത്ത് കുടിക്കാം. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വൃക്കയിലെ കല്ലിന് വളരെ നല്ലതാണ്. പൊടിച്ചുപയോഗിക്കാം. ഉണങ്ങിയ ഞെരിഞ്ഞിലിന്റെ കായകൾ നന്നായി പൊടിച്ച് സൂക്ഷിക്കാം. ഈ പൊടി 1/2 സ്പൂൺ എടുത്ത് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിലോ പാലിലോ കലക്കി ദിവസവും രാത്രിയിൽ കഴിക്കുന്നത് പുരുഷന്മാരുടെ ആരോഗ്യത്തിന് ഉത്തമമാണ്. ഞെരിഞ്ഞിൽ കഷായം ഉണ്ടാക്കി അതിൽ നെയ്യ് ചേർത്ത് തിളപ്പിച്ചുപയോഗിക്കാം. ഇത് വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഫലപ്രദമാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.